സ്തോത്രം. വൻ കാര്യം ചെയ്ത സ്നേഹിച്ച് ലോകത്തെ സുന്ദരിക്കുന്നു. തൻ ജീവനെ പാപത്തിന് വിലയായി അവൻ ജീവന്റെ വാതിൽ തുറന്നുക. നമുക്ക് ചേർന്ന് പാടാം. ദൈവത്തിന് സ്തോത്രം. വൻ കാര്യം ചെയ്ത സ്നേഹിച്ചു ലോകത്തെ സുധനെ തന്നു. തൻ ജീവനെ പാപത്തിനു വിലയായി അവൻ ജീവന്റെ വാതിൽ തുറന്നതാ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ നരതൻ ശബ്ദം കേൾ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ നാം സന്തോഷിപ്പിൻ. താതന്റെ സവിധത്തിൽ വന്നിടുവിൻ. കാര്യം ചെയ്തവന സ്തോത്രം ചെയ്യുവിൻ. പ്രാർത്ഥനയിലേക്ക് ഇവിടെയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അമ്മമാരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനാ ദിനം നമ്മൾ ആചരിക്കാറുണ്ട്. ഈ വർഷവും ഇപ്രകാരം ഈ ഒരു അനുഭവത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ അവിടുന്ന് സഹായിച്ചു. പ്രത്യേകിച്ച് ഈ വർഷത്തെ വേൾഡ് വൈഡ് പ്രയർ ക്രമീകരിച്ചിരിക്കുന്നത് പാലസ്തീൻ രാജ്യത്തിലെ വനിതകളാവുന്നു. പ്രത്യേകമായി അവരുടെ ശുശ്രൂഷകളെയും അവരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ കാണപ്പെടാം. ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വേൾഡ് വൈഡ് പ്രയർ, ഈ പ്രത്യേകമാകുന്ന ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഖില ലോക പ്രാർത്ഥനാ ശുശ്രൂഷ ക്രമത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. തൃത്വത്തിന്റെ നാമത്തിൽ ഞങ്ങൾ ഒത്തുകൂടുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സ്നേഹമുള്ള ദൈവമേ, അങ്ങ് സൃഷ്ടിച്ച ഭൂമിയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളോടൊപ്പം നടക്കണമേ. ഞങ്ങളുടെ ചുറ്റുമുള്ളവരുടെ കഷ്ടപ്പാടുകൾ കാണാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. ലോകത്ത് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ശക്തിയും ധൈര്യവും നൽകണമേ. സ്നേഹത്തിലും ഐക്യത്തിലും ആരാധിക്കുവാൻ നമ്മെ ഒരുമിച്ച ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അനീതികൾക്കും യുദ്ധങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഇടയിൽ സ്നേഹത്തിൽ അന്യോന്യം ഓർക്കുവാൻ ദൈവം നമ്മെ പ്രയാസങ്ങളിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന സമാധാനത്തിലാണ് നാം ജീവിക്കുന്നത്. ക്രിസ്തുവിന്റെ സമാധാനം പങ്കിടുമ്പോൾ ശുശ്രൂഷയുടെ തുടക്കത്തിൽ വിതരണം ചെയ്യുന്ന ഇളം ഇലകൾ ഞങ്ങൾ കൈമാറുന്നു. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഭൂമിയിലെ നമ്മുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറമായി ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുവാൻ എളിമ, സൗമ്യത, താഴ്മ, വിനയം എന്നീ പ്രധാനപ്പെട്ട ഗുണങ്ങൾ നമുക്ക് ആവശ്യമാണ്. അത് ഓർക്കുവാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലും സഭയിലും സമൂഹത്തിലും വെല്ലുവിളികൾ നേരിടുമ്പോൾ താഴ്മയും ക്ഷമയുമുള്ളവരായിരിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ ഒരുമിച്ച് പൊറുക്കുന്നതിന്റെ ശക്തിക്ക് സാക്ഷ്യം വഹിക്കുന്ന പാലസ്തീനിലെ ക്രിസ്ത്യാനികളിൽ നിന്ന് 3 കഥകൾ നമുക്ക് കേൾക്കാം. അവരുടെ കഥകൾ 3 വ്യത്യസ്ത തലമുറകളിൽ നിന്നുള്ള പാലസ്തീൻ ക്രിസ്ത്യൻ സ്ത്രീകളുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നു. ഒലിവ് മരത്തിന്റെ ചിഹ്നം 3 തലമുറകളെ പ്രതിനിധീകരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എലിനോറയെ പരിചയപ്പെടുത്തട്ടെ. ഒലിവ് മരത്തിന്റെ തുമ്പിക്കൈ പോലെ വർഷങ്ങളോളം യുദ്ധങ്ങൾക്കും ആക്രമണങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പഴയ തലമുറകളിൽ ഒരാളാണ് അവൾ. അവൾ പാലസ്തീൻ ക്രിസ്ത്യാനിയാണ്. വിഷ്ണുഭൂമിയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലെ അംഗമാണ്. വളരെ ആഴത്തിൽ വേരൂന്നിയ ഒരു പുരാതന യെരുശലേം കുടുംബത്തിൽ നിന്നുമാണ് വരുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അവളുടെ മുത്തച്ഛൻ ജോർജ് ഓർത്തഡോക്സ് പള്ളി സ്ഥാപിച്ചു. ഇത് പട്ടണ ബന്ധുക്കൾക്ക് താമസിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ആരാധനാലയം സ്ഥാപിക്കുവാൻ സഹായിക്കുന്നു. 7,80,000 പലായനം ചെയ്യുവാനും ചിതറിപ്പോകാതെ അജ്ഞാതികളാകുവാനും 1948 ദുരന്തം വരെ ആ പള്ളി നിലവിലുണ്ടായിരുന്നു.
ഞാനും എന്റെ സഹോദരന്മാരും വളർന്നു വരുമ്പോൾ തിരിച്ചുവരവിന്റെ വലിയ ദിവസത്തിനായി കാത്തിരിക്കുമ്പോൾ എന്റെ മാതാപിതാക്കൾ അവരുടെ അയൽക്കാരെ ഭയപ്പെട്ടു. നിർഭാഗ്യവശാൽ ഈ സ്മരണം സാക്ഷാത്കരിക്കാതെ എന്റെ മാതാപിതാക്കൾ മരിച്ചു. എന്റെ മാതാപിതാക്കൾ എപ്പോഴും തങ്ങളുടെ യഹൂദ അയൽക്കാരെ കുറിച്ച് നന്ദിയോടെ സംസാരിക്കുകയും മറ്റുള്ളവരുടെ സ്നേഹത്തിൽ എങ്ങനെ പൊറുക്കണമെന്ന് അവർ എന്നെ പഠിപ്പിക്കുകയും ചെയ്തു. യെരുശലേമിൽ താമസിക്കുന്ന ഒരു പാലസ്തീനിയൻ ക്രിസ്ത്യാനിയായ ഞാൻ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാദേശികവും ആഗോളപരവുമായ തലങ്ങളിൽ സമൂഹത്തിലെ എല്ലാ ആളുകളുമായി പൂർണ്ണമായി ഇടപെടുവാൻ ഞാൻ തിരഞ്ഞെടുത്ത ജീവിതം കഠിനവും ദുഷ്കരവും ആണെങ്കിലും മറ്റുള്ളവരുമായി സഹവർത്തിത്വം പുലർത്തുന്നത് എത്ര പ്രധാനമാണെന്ന് എന്റെ മാതാപിതാക്കളുടെ മാതൃകയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ സമൂഹത്തോടുള്ള എന്റെ പ്രതിബദ്ധത എനിക്ക് 11 വയസ്സുള്ളപ്പോൾ ആരംഭിച്ചു. എന്റെ അറബി ടീച്ചർ മാനുഷികപരമായ പ്രവർത്തനങ്ങൾക്കായി എന്നെ പ്രോത്സാഹിപ്പിച്ചു. അവർ സൗമ്യവും സ്നേഹനിധിയുമായിരുന്നു. അത് മറ്റുള്ളവരുടെ ജീവിതം മികച്ചതാക്കുന്നതിന്റെ വില മനസ്സിലാക്കുവാൻ എന്നെ സഹായിച്ചു. പിന്നീട് ഞാൻ മാനവ വികസന പരിപാടികൾ നടപ്പിലാക്കി. അതുപോലെ തന്നെ സാമൂഹികവും കമ്മ്യൂണിറ്റി പദ്ധതികളും ഈ പ്രോഗ്രാമുകളും പ്രോജക്റ്റുകളും മതം, വശം, ലിംഗം, പദവി അല്ലെങ്കിൽ ആവശ്യം എന്നിവ പരിഗണിക്കാതെ എല്ലാ ആളുകളെയും സൃഷ്ടിച്ചു. യെരുശലേം, ഗാസ, മുനമ്പ്, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലെ നൂറുകണക്കിന് സ്ത്രീകളെയും അവരുടെ കുടുംബങ്ങളെയും അന്നദാനദാതാക്കളായി നിലനിർത്തുവാൻ സഹായിക്കുവാനുള്ള പദ്ധതിയും എനിക്ക് ലഭിച്ചു. ഈ പദ്ധതികളിൽ പലതും വളരുകയും മറ്റ് മേഖലകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. നിരവധി ജീവിതങ്ങളെ ഇത് ഗുണപരമായി സ്വാധീനിച്ചു. എന്റെ കുട്ടിക്കാലം മുതൽ ജീവിതം ദുർബലമാണെന്നും സമാധാനം ഉറപ്പില്ല എന്നും എനിക്കറിയാം. എന്നിരുന്നാലും സ്നേഹത്തിൽ പരസ്പരം പൊരുത്തപ്പെട്ടാൽ നമുക്ക് ഒരുമിച്ച് ശക്തരാകാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എഫെസ്യർ 4:1-7. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കണം ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം ഓർക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ വലിയ പരിചയപ്പെടുത്തട്ടെ. 2022 മെയ് 11 ജലീലയിൽ കൊല്ലപ്പെട്ട പ്രശസ്ത പത്രപ്രവർത്തകയായ ഷെറിൻ അമ്മായിയെ വില്ലേക്ക് നഷ്ടപ്പെട്ടു. പലസ്തീൻ അനുഭവത്തിന്റെ സത്യത്തെ മായ്ച്ചു കളയുമെന്ന ഭീഷണിപ്പെടുത്തുന്ന ശക്തമായ കാറ്റിനെ ചെറുത്തു നിൽക്കുന്ന ഒരു മരത്തിന്റെ ശിഖരം പോലെയായിരുന്നു ഷെറിൻ അമ്മായി മരിച്ചപ്പോൾ. പാലസ്തീൻ നഷ്ടമായത് ഒരു ഇതിഹാസത്തെയും അൽ ജസീറയിൽ പ്രശസ്ത പത്രപ്രവർത്തകയുമാണ്. ലീനയുടെ അമ്മായി, മാമോദിസയും അവരുടെ ദൈവമാതാവ്, അവളുടെ മുഖ്യ സുഹൃത്ത് എന്നീ നിലകളിൽ ലീനയുടെ റോൾ മോഡലായിരുന്നു ഷെറിൻ. പലസ്തീൻ യുവതികൾക്കും അവൾ ഒരു മാതൃകയായിരുന്നു. കലയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സംസാരിച്ച് തന്നോടൊപ്പം ചെലവിട്ട എല്ലാ നിമിഷങ്ങളും വിലമതിക്കുന്നു. കഴിഞ്ഞ 25 വർഷങ്ങളായി പലസ്തീനെ പറ്റിയുള്ള സത്യസന്ധമായ കഥകൾ ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ ഷെറിൻ സമർപ്പിക്കപ്പെട്ടു. യാഥാർത്ഥ്യതയുള്ള ശബ്ദമായിരുന്നു അവർ. പലസ്തീനിലെയും അറബ് ലോകത്തെയും എല്ലാ വീടുകളും അവർ ടെലിവിഷൻ സ്ക്രീനിലൂടെ കടന്നു വന്നു. യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ആമേൻ. ഞാൻ സാറയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇന്ദ്രങ്ങളിലൂടെ വേരുകളിലേക്ക് ബന്ധിപ്പിച്ച ഉള്ളിൽ നിന്നും മോഷിപ്പിക്കപ്പെട്ട ഒരു മരത്തിനെ ഇല പോലെ തനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ടെന്ന് സാറ പറയുന്നു. അവളൊരു യൂതൻ ക്രിസ്ത്യാനിയായി യെരുശലേമിൽ ജനിച്ചു വളർന്നു. അവിടെയുള്ള ജീവിതം ഇപ്പോൾ
സമൂഹത്തിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് അവൾ സന്തോഷിക്കുന്നു. അവന്റെ സ്വന്തം കുടുംബത്തിനേക്കാൾ പാലസ്തീനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു പാലസ്തീൻ ക്രിസ്ത്യാനിയാകുക എന്നതിന്റെ അർത്ഥം എന്താണെന്ന് കാണിക്കുന്ന ഒരു കഥ നിങ്ങളുമായി പങ്കിടാൻ അവൾ ആഗ്രഹിക്കുന്നു. എന്റെ മുത്തച്ഛനും മുത്തശ്ശിയും ജാഫ്നയിലാണ് താമസിച്ചിരുന്നത്. 1947 മുൻപ് അവർ അവിടെ വളർന്നു. മറ്റ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരും ഒപ്പം ലഭിച്ചു. 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമായപ്പോൾ ആയിരക്കണക്കിന് വർഷം ഭൂമിയിൽ താമസിക്കുന്ന പാലസ്തീനികൾ പാലായനം ചെയ്യപ്പെട്ടു. ഇസ്രായേൽ സൈന്യം എന്റെ മുത്തച്ഛന്റെ വീട്ടിൽ വന്ന് അവരെ പുറത്താക്കി. ഇത് എന്റെ മുത്തച്ഛനും മുത്തശ്ശിയും യോർദാനിൽ അഭയാർത്ഥികൾ ആകാൻ കാരണമായി. വർഷങ്ങൾക്ക് ശേഷം എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും യെരുശലേം സന്ദർശിക്കുവാൻ വന്നു. എന്റെ മാതാപിതാക്കൾ ഞങ്ങളെ ജാഫ്നയിലേക്ക് ഒരു യാത്ര കൊണ്ടുപോയി. അവർ താമസിക്കുന്ന വീട് ഞങ്ങൾ കാണിക്കുന്നതിൽ അവർ ആവേശത്തിലായിരുന്നു. അവർ നട്ടുപിടിപ്പിച്ച മരങ്ങൾ ഒഴികെ മറ്റെല്ലാം മാറി. അവിടെ അത് സ്ഥലം തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിച്ചു. പക്ഷേ സങ്കടകരം എന്ന് പറയട്ടെ, വീട്ടിൽ താമസിക്കുന്നവർ ഞങ്ങളോട് ശത്രുത പുലർത്തി. പിന്നീട് യോർദാനിലെ എന്റെ മുത്തശ്ശിയെയും ഞാൻ സന്ദർശിച്ചപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അമ്മ കരുതിയിരുന്ന താക്കോലുകൾ മുത്തശ്ശി എന്നെ കാണിച്ചു. അവർ മറ്റു പലരെയും പോലെ തിരിച്ചറിവിന്റെ പ്രതീക്ഷയോടെ താക്കോലുകൾ സൂക്ഷിച്ച് അത് നിരവധി തലമുറകളോടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഞാൻ വന്നിടത്തു നിന്നുള്ള വൃക്ഷം ശക്തവും പ്രതിരോധ ശേഷിയുള്ളതാണെന്ന് എനിക്കറിയാം. മറ്റുള്ളവരെ സ്നേഹിച്ചതിനാൽ എനിക്ക് പൊറുക്കുവാനും കഴിയും. അവരുടെ സ്നേഹമാണ് ഒരു മരത്തിലെ ഇല പോലെ എന്നെ തഴച്ചു വളർത്തുന്നത്. സങ്കീർത്തനങ്ങൾ 115 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ അബ്രഹാം ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. മനുഷ്യർക്ക് കൊന്നതിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. യഹോവയെ സ്തുതിക്കും. ആമേൻ. ഇന്ന് നമ്മൾ 3 പലസ്തീൻ സ്ത്രീകളുടെ കഥകളാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഈ കഥകൾ നമുക്ക് സ്നേഹത്തിൽ കൊടുക്കുവാനുള്ള ശക്തി കാണിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഒരുമിച്ച് കൂടി ഞങ്ങൾ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സമാധാനത്തെ ചെയ്യണമേ. അങ്ങേപോലെ ഞങ്ങളുമായിരിക്കുവാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. എല്ലാത്തിനും ആക്രമണങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പ്രതികാരത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. വിദ്യാഭ്യാസവും മറ്റ് അടിസ്ഥാന അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി അക്രമം നേരിടുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പള്ളികളിലും സർക്കാരുകളും സ്ത്രീകൾക്ക് ശ്രേഷ്ഠമായ ഇടങ്ങൾ സൃഷ്ടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശബ്ദം ഉയർത്തുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഞങ്ങളുടെ കഴിവുകളെ ഉപയോഗിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിധിക്ക് യോഗ്യമായ ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അഭയാർത്ഥികളെ നിരത്തിലെടുക്കുന്ന ദൈവമേ, അങ്ങയുടെ മകൻ യേശുവിനെ കുട്ടിക്കാലത്ത് ബെത്ലഹേമിൽ നടന്ന കൂട്ടക്കൊലയിൽ നിന്ന് പാലായനം ചെയ്യേണ്ടി വന്നതിനാൽ അഭയാർത്ഥികളുടെയും കുടിക്കപ്പെട്ടവരുടെയും ദുരവസ്ഥ അങ്ങേക്ക് അറിയാം. ഈ ഇരുളടഞ്ഞതും വിഷമകരവുമായ സമയങ്ങളിൽ അവരോടൊപ്പം നിൽക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യണമേ. അവരെ നയിക്കുകയും സംരക്ഷിക്കുകയും സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിക്കുകയും ചെയ്യണമേ. അഭയാർത്ഥികളെ സ്വീകരിക്കാനുള്ള ഹൃദയം തുറന്ന് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുമായി രാഷ്ട്രീയ നേതാക്കളുടെ പ്രവർത്തനങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണം. ഞങ്ങളുടെ പാറയായ ദൈവമേ, ഞങ്ങളുടെ ജീവിതം നിന്നിൽ കെട്ടിപ്പടുക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിച്ചു. വേണ്ടിയും പ്രത്യേകിച്ച് യുദ്ധത്തിലോ ദുരന്തങ്ങളിലോ വീടുകൾ തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സാഹചര്യങ്ങൾ പരിഹരിക്കുവാൻ അക്ഷീണം പ്രയത്നിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിളിക്ക് യോഗ്യമായ ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. സമാധാനത്തിന്റെ ദൈവമേ, പാലസ്തീനിൽ നിലനിൽക്കുന്ന സാഹചര്യത്തെ സമാധാനപരമായ അന്ത്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുമതം, യഹൂദമതം, ഇസ്ലാം മതം എന്നീ 3 മതങ്ങളുടെ പവിത്രമായ യെരുശലേം നഗരത്തിന് വേണ്ടിയും
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമത്വവും മതസ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കണ്ടുമുട്ടുന്നവരുടെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് യേശുവിന്റെ വഴി പിന്തുടരുവാൻ ക്രിസ്ത്യാനികളായ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ വിളിക്ക് യോഗ്യമായ ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചെല്ലാം. അനുഭവിക്കുന്നവരോട് ഒപ്പം നിൽക്കുമ്പോൾ സമാധാനത്തിനെ പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രത്യാഗതരാകാം. സമൂഹത്തിന്റെയും സമൂഹ ജീവിതത്തിന്റെയും എല്ലാ തലങ്ങളിലും നമുക്ക് വിശ്വസ്തരായ ഭർത്താക്കളാകാം. നമുക്ക് പരസ്പരം സ്നേഹത്തിൽ കൊടുക്കാം. നമുക്ക് ഇപ്പോൾ സമാധാനത്തെ നീതിയുടെ ഭർത്താക്കളാകാം. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാത്തുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിക്കുക. നിങ്ങളുടെ ഹൃദയമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാളിയരേകുവായേ മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. കർത്താവിനെ സ്നേഹിക്കുവാനും സമാധാനത്തോടെ പോകാം. നായകൻ